ഹായ് ഫ്രണ്ട്സ്, വസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രോസ് കട്ട് സാരി ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി തുണി മുറിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അളവിൻ്റെ ബ്ലൗസിൽ നിന്നും അളവെടുക്കാം. ഈ ബ്ലൗസിൻ്റെ ഇറക്കം 16 ഷോൾഡർ 12.5, കഴുത്ത് വണ്ണം 6.5. ബ്ലൗസിൻ്റെ തുണി മുറിക്കുന്നതിന് മുന്നേ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തയ്ക്കാൻ പോകുന്ന തുണിക്ക് ചുളിവുകൾ ഉണ്ടെങ്കിൽ അത് ഇസ്തിരി ഇട്ടിട്ട് ചുളിവുകളൊക്കെ മാറ്റണം. അളവ് ബ്ലൗസിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 12.25 എടുത്തിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ ഇറക്കം എടുക്കാം. അളവ് ബ്ലൗസിന് 16 ഇഞ്ച് ഇറക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 16.25 ഇഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത്. താഴെ നിന്നും മേലോട്ടേക്ക് 16.25 എടുത്തിട്ട് മേലെ വരച്ചു കൊടുക്കുക. തയ്ച്ച് വരുമ്പോൾ 16 ഇഞ്ച് ഇറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ മേലെ 1/2 ഇഞ്ചും താഴെ 1/4 ഇഞ്ചും അധികം എടുക്കണം. അങ്ങനെ 16.25 ഇഞ്ച് അളവെടുത്തിട്ട് നമ്മൾ ഷോൾഡർ മുറിക്കുന്ന അവിടെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അളവെടുത്ത് വരച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ മുറിക്കാനാണ്. ബ്ലൗസിൻ്റെ ബാക്ക് പോർഷന് തുണിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും തുണിയുടെ ഇഴ കുത്തനെ വരത്തക്ക വിധത്തിലായിരിക്കണം ഇറക്കം എടുക്കേണ്ടത്. ഒരിക്കലും വിലങ്ങനെ തുണിയുടെ ഇറക്കം എടുക്കരുത്. ഇറക്കം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് വരക്കുന്നത് കഴുത്തകലവും ഷോൾഡറിൻ്റെ അകലവുമാണ്. ഇവിടെ 6.5 കഴുത്തകലം വേണ്ടതെങ്കിൽ 3 ഇഞ്ച് മാത്രമേ ഒരു ഭാഗത്ത് അളവ് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഷോൾഡർ അകലം 12.5 ആണെങ്കിൽ 13.5 വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ 13.5 എന്ന് പറയുമ്പോൾ 6.25 വേണം ഷോൾഡർ അകലം എടുക്കാനായിട്ട്. അതായത് നമുക്ക് വേണ്ട ഷോൾഡർ അകലം 12.5, അതിൻ്റെ പകുതി 6.25. തുന്നുന്ന തുണിയും കൂടെ ചേർത്ത് അര ഇഞ്ച് കൂടെ ചേർത്ത് 6.25. ഇപ്പോൾ മനസ്സിലായല്ലോ. കഴുത്തകലം 6.5 വേണ്ടതെങ്കിലും കൂടി നമ്മൾ 6 മതി എന്നുള്ള കണക്കിലെടുക്കുക. അതായത് 6ൻ്റെ പകുതി 3 എടുക്കുക. പിന്നെ നമ്മൾ തുന്നി വരുമ്പോഴേക്കും അത് 6.5 ആയിട്ട് വരും. ഇപ്പോൾ അത് രണ്ടും ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് കൈക്കുഴി അഥവാ തോൾക്കുഴി. കൈക്കുഴി ഈ ബ്ലൗസിന് വേണ്ടത് 7.5 ഇഞ്ചാണ്. ഒരിക്കലും കൈക്കുഴി 5 ഇഞ്ചിൽ കൂടുതൽ മുറിക്കാൻ പാടില്ല. എത്ര വലിയ തോൾക്കുഴിയാണെങ്കിലും 5 ഇഞ്ചിൽ അധികം മുറിക്കരുത്. അതിൻ്റെ കാരണം ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പോൾ അടുത്ത അളവെടുക്കുന്നത് കഴുത്ത് ബാക്കിൻ്റെ ഇറക്കമാണ്. 6.5 ഇഞ്ചാണ് ഇറക്കം. 7 ഇഞ്ച് ആയാലും കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ 7 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ കഴുത്തിറക്കം എടുക്കുന്നത്. ബ്ലൗസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞ് സൈഡും കൂടെ കൂട്ടി അടിച്ചതിന് ശേഷം നമുക്ക് എന്തായാലും കൈക്കുഴിക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചധികം മുറിച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് ആദ്യമേ ഒരുപാട് മുറിക്കരുത്. ഒരുപാട് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുറിച്ചത് അധികമായി പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് കുറക്കാൻ പറ്റില്ല. അതേസമയം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന പോലെ കുറച്ചധികം മുറിച്ചെടുക്കാൻ പറ്റും. തുണി മുറിക്കുന്ന സമയത്ത് ഈ കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഞാനിവിടെ അളവെടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഞാനിത് മുറിക്കാൻ പോവുകയാണ്. എപ്പോഴും വളരെ ശ്രദ്ധയോടെ വേണം തുണി മുറിക്കാനായിട്ട്. ഇവിടെ ഈ ഷോൾഡർ മുറിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഒരു 1/4 ഇഞ്ച് അധികം കയറ്റി വെച്ചിട്ട് ചെരിച്ച് വേണം മുറിക്കാനായിട്ട്. ഇതുപോലെ ആദ്യമായിട്ട് ബ്ലൗസ് തയ്ക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു 1/4 ഇഞ്ച് അധികം കൈയിൻ്റെ ഭാഗത്തേക്ക് മുറിക്കുന്ന സമയത്ത് അവിടെ മേലോട്ട് കയറ്റിയിട്ട് ചെരിച്ച് വേണം മുറിക്കാനായിട്ട്. ഇനി കൈക്കുഴി മുറിക്കുന്നു. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക് പോർഷൻ മുറിച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ? അഥവാ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാനതിന് മറുപടി തരാം. ഇനി ഞാൻ മുറിക്കുന്നത് ബ്ലൗസിൻ്റെ സ്ലീവാണ്. ഇവിടെ ബ്ലൗസിൻ്റെ വണ്ണം, അതായത് കൈക്കുഴിയുടെ വണ്ണം 7.5 ഇഞ്ചാണെന്ന് പറഞ്ഞല്ലോ. കൈക്കുഴി 7.5 ആണെന്നുണ്ടെങ്കിൽ തുണിയുടെ വീതി 8 ഇഞ്ച് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൈക്കുഴിയുടെ 7.5 ഇഞ്ചും കഴിച്ച് ബാക്കി 1 ഇഞ്ചെങ്കിലും അധികം ഉണ്ടാവുകയുള്ളൂ. എപ്പോഴെങ്കിലും കൈയുടെ വണ്ണമോ അല്ലെങ്കിൽ തോൾക്കുഴിയുടെ വണ്ണമോ കൂട്ടണം എന്നുള്ള സാഹചര്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണി വേണ്ടേ സൈഡിലേ. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും അധികം എടുത്തത്. അധികം എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് അധികം എടുക്കേണ്ട ആവശ്യം ഇല്ല. അത് വെറുതെ മുറിച്ച് കളയാനേ പറ്റുമല്ലോ. ഇപ്പോൾ ഞാനിവിടെ ബ്ലൗസിൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് അളവെടുക്കുന്നത്.
അളവ് ബ്ലൗസിൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് അളവെടുക്കുന്നതെങ്കിൽ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, കൈയിൻ്റെ മടക്കി അടിക്കുന്ന തുണി അധികം എടുക്കുക. 2, തുന്നൽ തുണി അധികം എടുക്കണം. ബ്ലൗസിൻ്റെ കൈ മുറിക്കാൻ വളരെ ഈസിയാണ്. ബ്ലൗസിൻ്റെ കൈ മുറിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പ്രത്യേകിച്ച് പ്ലെയിൻ തുണിയാണെങ്കിൽ, അതായത് പ്രിൻ്റൊന്നും ഇല്ലാത്ത തുണിയാണെങ്കിൽ തുണിയുടെ ഇഴ നീളത്തിൽ വരുന്ന വിധത്തിൽ വേണം മുറിക്കാനായിട്ട്. അതായത് തുണിയുടെ ഇഴ നീളത്തിൽ വരണം, കുത്തനെ എടുക്കരുത്. എന്നിട്ട് ഇതുപോലെ മുറിച്ച് കൊടുക്കുക. ഒന്ന് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം അതേ അളവ് വെച്ചിട്ട് മറ്റേ തുണിയും അത് മറ്റേ സ്ലീവും മുറിച്ചെടുക്കുക. ഇതൊക്കെ പറയുന്നത് ബ്ലൗസ് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നന്നായി ബ്ലൗസ് തയ്ക്കുന്നവർക്കൊന്നും ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അവർക്ക് അറിയുന്നതായിരിക്കും. തുണിയുടെ അവിടുന്ന് ഇവിടുന്നൊന്നും കയറി മുറിച്ചേക്കരുത്. അങ്ങനെ മുറിച്ചാൽ തുണി അവസാനം എത്താണ്ടായി പോവും. വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ആദ്യം മുറിച്ച അതേപോലെ തന്നെ വേണം രണ്ടാമത്തെ കൈയും മുറിക്കാനായിട്ട്. 2 കൈയും മുറിച്ചതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് മുറിക്കേണ്ടത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പോർഷൻ മുറിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രോസ് കട്ട് ബ്ലൗസാണ്. അപ്പോൾ ക്രോസ് ആയിട്ടുള്ള തുണി വേണം എടുക്കാനായിട്ട്. തുണിയുടെ കോർണറിൽ വെച്ചിട്ട് വേണം നമ്മൾ കട്ടിങ്ങിൻ്റെ ഇറക്കം എടുക്കാനായിട്ട്. നമ്മൾ ആദ്യം ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ തുണി മുറിച്ചിട്ടുണ്ടല്ലോ, ആ മുറിച്ച തുണി ഇതുപോലെ വെക്കുക. എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഫ്രണ്ട് പാർട്ട് മുറിക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചതിന് ശേഷം ഏത് ഭാഗത്താണ് തോൾക്കുഴി മുറിക്കേണ്ടതെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ബ്ലൗസ് തയ്ക്കുമ്പോൾ എപ്പോഴും തുണിയുടെ നൂലിൻ്റെ ഇഴക്ക് കുറച്ച് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഭാഗത്താണ് കൈക്കുഴി വരേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കണം. നമ്മൾ കൈക്ക് മുറിച്ച തുണിയുടെ നൂലിഴ നീളത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ അതിന് സമാന്തരമായിട്ട് തന്നെ തോൾക്കുഴിയുടെ ഭാഗത്തുള്ള നൂലിഴയും വരണം. ഇത് നോക്കിക്കേ, ഇപ്പം കൈക്കുഴിയുടെ നൂലിഴ ചെരിഞ്ഞ താഴേക്കാണ് പോകുന്നത് അല്ലേ? കൈയുടെ നൂലിഴയാണെങ്കിൽ നേരെയാണ് പോകുന്നത്. അപ്പോൾ തയ്ച്ച് വരുമ്പോഴേക്കും അത് ഒരേപോലെ സമാന്തരമായിട്ട് തന്നെ ഉണ്ടാകും. അതേസമയം നമ്മൾ കൈക്കുഴി ഇപ്പുറത്തെ ഭാഗത്ത് വെച്ചിട്ടാണ് മുറിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ ഭാഗത്തെ തുണിയുടെ നൂലിഴ നേരെ മേലോട്ടേക്ക് ചെരിഞ്ഞിട്ടാണ് വരുന്നത്. കൈയുടെ ആണെങ്കിലോ നീളത്തിലുമാണ് വരുന്നത്. അപ്പം ഇതുപോലെ ഒരു എൽ ഷേപ്പിലാണ് വരിക. പ്രത്യേകിച്ച് പ്രിൻ്റുള്ള തുണിയാണ് ഇതുപോലെ തയ്ക്കുന്നതെങ്കിൽ വളരെ ബോറായിരിക്കും. അപ്പം ഇപ്പുറത്തെ ഭാഗത്ത് വെക്കുന്നതാണ്, ഈ ഭാഗത്ത് വെച്ചിട്ട് കൈക്കുഴി മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് അടുത്തതായിട്ട് ഫ്രണ്ട് പോർഷൻ മുറിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് പീസ്, ആ മുറിച്ച ബാക്ക് പീസ് എടുത്തിട്ട് ഇതുപോലെ ക്രോസ് തുണിയിൽ വെക്കുന്നു. അതിനുശേഷം ഇതുപോലെ വരക്കുക. ഇവിടെ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യണം, ബാക്ക് പീസിൻ്റെ അതുപോലെ തന്നെ കൈക്കുഴി മുറിക്കാൻ പാടില്ല. 1 ഇഞ്ച് മേലെ കയറ്റിയിട്ട് വേണം മുറിക്കാൻ. ഇപ്പോൾ വരച്ചില്ലേ, അതുപോലെ 1 ഇഞ്ച് കയറ്റിയിട്ട് വേണം മുറിക്കാനായിട്ട്. അതുപോലെ തന്നെ വീതിയാണെങ്കിൽ 1 ഇഞ്ച് അധികം എടുക്കണം. അതുപോലെ ഷോൾഡർ ഇതുപോലെ ആദ്യം വരക്കുക, പിന്നീട് 1/2 ഇഞ്ച് മേലെ കയറ്റിയിട്ട് ഒന്നും കൂടി വരക്കുക ഇതുപോലെ. ഇത്രയും വരച്ചതിന് ശേഷം ആ ബാക്ക് പീസ് അങ്ങ് മാറ്റി വെക്കുക. ഇനി ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം എടുക്കണം. ഇവിടെ 6.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 6.5 ഇഞ്ച് എടുക്കുക. അടുത്തത് ബ്രേസർ കട്ടിങ്ങിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത്.
അളവിൻ്റെ ബ്ലൗസിന് ബ്രേസർ കട്ടിങ്ങിൻ്റെ ഇറക്കം 12.5 അപ്പോൾ ഞാൻ ഇവിടെ 13.5 ഇഞ്ച് ആ രണ്ടാമത്തെ വരയുടെ അടുത്തുനിന്ന് വേണം എടുക്കാനായിട്ട്. അളവ് ബ്ലൗസിനേക്കാളും 1 ഇഞ്ച് അധികം എടുക്കണം ബ്രേസർ കട്ടിങ്ങിന്. 12.5 ആണെങ്കിൽ 13.5 എടുക്കണം. അതും മേലത്തെ 1/2 ഇഞ്ച് അധികം എടുത്തത് കൂടാതെ കണ്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഒന്ന് മുറിച്ചു. ഇനി ഇതുപോലെ തന്നെ വെച്ചിട്ട് രണ്ടാമത്തെ പീസ് മുറിക്കുക. ഒരു പ്രശ്നവുമില്ല, അതുപോലെ വെച്ചിട്ട് അങ്ങ് മുറിച്ചാൽ മതി. ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നൂലിൻ്റെ ഇഴയാണ് ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ അങ്ങ് മുറിച്ചാൽ മതി. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ബ്രേസർ കട്ടിങ്ങിൻ്റെ ബാൻഡ് മുറിക്കുന്നത് പോയിൻ്റ് മാർക്കിംഗ് എല്ലാം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കട്ടിങ്ങിൻ്റെ ബാൻഡ് മുറിക്കൽ. അങ്ങനെ നമ്മൾ 2 പീസ് മുറിച്ചെടുത്തു. അങ്ങനെ മുറിക്കൽ പരിപാടി അവസാനിച്ചു. ബ്രേസർ കട്ടിങ്ങിൻ്റെ ബാൻഡ് മുറിക്കുന്ന ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.